അല്ല താജ്മഹലിന്റെ ഒത്ത് കടന്ന മാതിരി ഉണ്ടത്. അല്ല ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ലേ? എന്റെ അനിയന്റെ വീടാ. അവന്റെ അപ്പൻ എന്റെ ഭാഗ്യതാ. ശരിക്കും ഇവർക്ക് ഒരു നായിനെ പോറ്റാ. ഈ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. ഓ അല്ല കൊള്ളു പോകും. അല്ല ഇതിപ്പോ എവിടെയാ ഞെക്കണ്ട? കോലോട് ചോദിച്ചിട്ട് ഈ വിവരമില്ല എവിടെയും നെക്കിട്ട് നമ്മളെ ഡീസന്റ് കളയണ്ട. ഇവിടെ ആള് താമസല്ലേ? നമ്മള് വരുന്നപ്പോ കൊഴിഞ്ഞു പോയോ? അതാണ്. നിങ്ങൾ ആരാ? തുറന്നു എന്താ? ആവൂ വീടും ചുറ്റുപാടൊക്കെ കൊള്ളാലോ ദാദാ. അത് കൊള്ളിക്കാ. ആരാ നിങ്ങള്? എന്താ വേണ്ടത്? എന്താ വേണ്ടെന്നൊക്കെ പിന്നെ പറയാൻ മോനെ. നീ എന്റെ മോനാളിയെ വിളിക്ക്. ഞങ്ങൾ കാരണവന്മാര് തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ അദ്ദേഹത്തിന്റെ മോനാ. എന്റെ അളിയനാവാൻ പോകുന്ന ചെക്കൻ. അല്ലേ വേണ്ട മൂപ്പരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ വിളിച്ചോളാം. അച്ഛൻ അച്ഛോ നടക്കട പുറത്ത്. എന്താ അവിടെ? നമസ്കാരം. നിങ്ങളൊക്കെ ആരാ? കണ്ടോ ഇതാണ് മര്യാദ. ആരാ എന്താന്നൊക്കെ പറയാനും ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയാ വന്നത്. നാളെ എന്റെ പെങ്ങള് വന്നു കയറി താമസിക്കേണ്ട വീടല്ലേ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പോകേണ്ടത് മൂത്ത ഏട്ടൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വമല്ലേ. അളിയന്റെ അച്ഛൻ ഇരുന്നാട്ടെ. ഇരിക്കണോ? എന്താണ് സ്ഥിതി? ഒരാൾ ഇരിക്കാൻ പറയാ, ഒരാൾ എണീക്കാൻ പറയാ. ഞാനിപ്പോ എന്താ വേണ്ടേ? വന്ന കാര്യം മാന്യമായിട്ട് ചെയ്യുക, പോവുക. അപ്പൊ മേനോൻ സാറേ വന്ന കാര്യം പറയാലോ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും നാളെ നിങ്ങൾ അറിയും. എന്നാലും എന്റെ ഒരു മര്യാദ ഉണ്ടല്ലോ. നിങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛൻ MRS മേനോന്റെ മൂത്ത മോൻ അച്യുതൻകുട്ടിയാ ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു മോനുള്ള കാര്യം എന്റെ അച്ഛൻ പുറത്തു പറയൂല. പുറത്ത് പറയാൻ കൊള്ളൂലെന്നേ. നല്ല പ്രായത്തില് പുള്ളിക്ക് പറ്റിയൊരു അബദ്ധ. പക്ഷെ ഇപ്പൊ നാട്ടുകാരൊക്കെ കുറേശ്ശെ അറിഞ്ഞു തുടങ്ങി. ഇനി മേനോൻ സാറിന് വല്ല സംശയം ഉണ്ടെങ്കിൽ ഫോണല്ലേ ഇരിക്കുന്നത്, ഒന്ന് വിളിച്ചു ചോദിച്ചേ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ. വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നു. ദാദാ കാര്യമൊക്കെ കൊള്ളാം. എന്റെ പെങ്ങൾക്ക് പറ്റിയ ബന്ധം തന്നെ. പക്ഷെ ഒരു കുറവുണ്ട്. എന്തായാലും പറയാ അത് തന്നെ. പറഞ്ഞത് ലേശം കുറവാ. സാരമില്ല. ഇനിയിപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേറി ഇറങ്ങേണ്ടതാണല്ലോ. അപ്പൊ തൽക്കാലം പോവാ. അളിയ പോട്ടെ. മതി. നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഇവിടെ എല്ലാം കൂടി പൊളിച്ചു മാറ്റാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട നിങ്ങളാ. മീശയും വെച്ച് പോലീസാന്ന് പറഞ്ഞ് നടന്നാ പോരാ. ചോണ വേണം. മേരി പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? മേരിക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാ. എന്തൊരൊറ്റ വഴിയുള്ളൂ. നമുക്ക് രണ്ടുപേർ കൂടെ നാട് വിട്ട് പോയാലോ? അപ്പൊ എന്റെ ഈ പോലീസ് ജോലിയോ? ജോലി വേണ്ടെന്ന് എഴുതി കൊടുത്താ കുഞ്ഞൻ ചേട്ടന് കൊറേ കാശ് കിട്ടുന്നു ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എന്താണിത്? എടുക്കാനും വെക്കാനും കൊടുക്കാനും നാളില്ലേ? എന്താണിത്? എന്റെ അഭിപ്രായത്തിൽ എന്റെ ഇളയ പ്രായം വെച്ച് വളരെ സൂക്ഷിക്കണം. എന്താണ് മുന്നോട് കുഞ്ചാനും കുഴിയാൻ നടക്കണേ? പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ നാട്ട കേസാ. ഈ തെറ്റായി പരമെന്നറിയാ. കുറെ കാലായി നമുക്ക് ശല്യം എടുക്കണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഉണ്ട് ദാദാ, ഞാനൊരു പെണ്ണല്ലേ. പോരാത്തന്നെ എന്റെ ജോലി ചെയ്തു. ഇതൊരു കാര്യം ചെയ്യ്, ഒരുങ്ങിക്കോ. എന്തിന് ഒരുങ്ങിക്കോന്ന്? ആ ഓണിങ് ഹംകിനെ പോലല്ല, കണ്ടും തരുന്ന ഒരു ആണാണ് പറയണേ. നമ്മക്ക് ഇവിടെ മുങ്ങ. എനിക്കും അത് തോന്നാഞ്ഞിട്ടില്ല. ആദ്യം പറയാ. പക്ഷെ പൈസയുടെ കാര്യം ഓർക്കുമ്പോഴാ. 1000 പേർക്ക് പൈസ ആവുമോ? വേണ്ടി വരും. എന്നാലും എത്ര വേണ്ടി വരും, എവിടെ നിന്നുണ്ടാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്യോ? പിന്നല്ലാതെ. നിന്നോട് ഇത്ര വർത്തമാനം പറഞ്ഞില്ല. അത് വിട്ടേക്ക്. പാവം തലയും വാലില്ലാത്തൊരു കാക്ക. പിന്നെ നമ്മള് നാട് വിടും മുമ്പായിട്ടൊരു കാര്യം. ഈ മീശച്ചേട്ടന് തീരെ ചേരുന്നില്ല. അതും കൂടി അങ്ങ് എടുത്തേക്കണം. അപ്പൊ എന്റെ പൗരുഷോ? ആ പറഞ്ഞത് മീശയിലാണോ ചേട്ടാ? അല്ല അല്ലേ? എന്നാ മേരിക്ക് വേണ്ടി മീശ എടുത്തേക്കാം. മേരിയേ, മോനെ ലംബു. എന്തോ ഈ എന്റെ കുട്ടിയല്ലടാ. അങ്ങനെയാണല്ലോ വെപ്പ്. നാട്ടുകാരും പറയണ്ട്. ആണല്ലോ. അപ്പൊ നീ എന്നെ സഹായിക്കൂലേ? എന്താണാവോ? വലിയ ആനക്കാരൊന്നുമല്ല. നീ വിചാരിച്ച പുല്ല് പോലെ നടക്കും. ചില പുല്ല് നടക്കൂലല്ലോ ദാദാ. പേര് അതിന് കയ്യും കാലും ഇല്ലല്ലോ. തമാശ വിട്. അപ്പൊ കാര്യം പറയാ. മോനെ നിനക്കറിയാലോ, കൂട്ടാതെ എന്നെ തന്തായ കാളന്റെ ജയിൽക്കാണ് എന്റെ കഥ. കാല ചെറുപ്പം മുതലേ പൂതിയും വെച്ച് നടന്നാണ് ഒരു ഡിൻഡോൾഫി. ഒത്തു കിട്ടിയില്ല. അത് ഈ മോന്തയുടെ കുഴപ്പമാണ്. എന്നാൽ എനിക്കറിയോ, ഈ മൂന്നൊക്കെ എന്നെ ഒരു ഡിൻഡോൾഫി ഒത്തു വന്നിട്ടുണ്ടടാ.
ആ പക്ഷെങ്കിൽ ഞാൻ അവളെ കെട്ടണം. കെട്ടണം, കെട്ടിക്കോ, ഞാൻ റെഡി. ആണല്ലോ, അതിന് ഞാൻ പുരുഷധനം കൊടുക്കണം. ഏ ആ പുരുഷധനം 25,000. ഇവിടെ അങ്ങനെയാണ് പോലോ. എന്നാലേ ആ. ഇവിടുന്ന് വേണ്ട, നമുക്ക് പുരുഷധനം ഇല്ലാത്ത നാട്ടിൽ നിന്ന് കെട്ടാം. അത് മാത്രം ഈ പറയരുത്. നേരില്ലാത്തൊരു ജീവിതം അതൊക്കെ ചിന്തിക്കാൻ പറ്റൂല പോലെ. ഓ മേരി, അപ്പൊ അതാണ് കേസ് കെട്ട്. ആ അപ്പൊ കാശ് കെട്ട്. അത് നീ ഒന്ന് മനസ്സ് വെച്ചാ നടക്കും. നിന്റെ അച്ഛൻ ഇവിടുത്തെ വലിയ പണക്കാരനല്ലേ? ആ. നീ ചോദിച്ചാ മൂപ്പര് നിനക്ക് പൈസ തരുന്ന മേരി പറഞ്ഞത്. ആ ഒത്താൽ എനിക്കൊരു ഡിങ്കോൾ പഠിച്ചില്ലേ? ഓ, ദേ, ഞാനേ തല്ലുന്നില്ല, തല്ലിയ ചത്തുവും. വേണ്ട അച്ഛോ, കൊന്നാളാ, എനിക്കിത് കിട്ടണം. അന്നെ നമ്പി ഇറങ്ങി വന്ന് ഞാൻ എന്റെ കൈകൊണ്ട് മയ്യത്താട്ടതാ. എനിക്ക് മയ്യത്താകെ ചെയ്തോ. ദേ, നിങ്ങൾ തൊഴിലുറക്കല്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. കരയോ? കൈയെടുക്കട്ടെ. ആ. എന്റെ അച്ഛനോട് കാശ് ചോദിക്കാൻ മേരി പറഞ്ഞുല്ലേ? അതെ. ശരി, ഒരു പ്രേമം ജയിക്കാൻ തൽക്കാലം ഞാനൊരു ത്യാഗം സഹിക്കാം. ഈ എന്റെ കുട്ടിയല്ല മോനെ. ഓടരുത്. അയ്യോ യോഹന്നാൻ ചേട്ടൻ, സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? താൻ ആരാണോ ഇടപെടാൻ? സാർ എന്തായാലും ഈ ചേട്ടൻ ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ചേട്ടനാ. ഈ നാടിന്റെ നല്ല അയൽക്കാരനായ യോഹന്നാൻ ചേട്ടനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കൂടി അഴിപ്പിക്കണോ? അയ്യോ എന്റെ കർത്താവേ, ഇടപെട്. സാർ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. ഈ ചേട്ടൻ ഒരു രോഗിയാ. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഒന്നും ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ഈ ചേട്ടനെ നിങ്ങൾ കൊണ്ടുപോയി ഇടിയും കോടതിയും കേസും ഒക്കെ ആയിട്ട് ആലോചിക്കാൻ പറ്റാഞ്ഞിട്ടാ സാർ. ആ ഒരു 5-8 കൊല്ലം ജയിലിൽ കിടക്കണം, മോശമില്ലാത്തൊരു തുക ഫൈനും. ഇവനൊക്കെ ഇത് വേണം. പാവമാണ് സാർ. എന്തെങ്കിലും വഴിക്കൊന്ന് ഒഴിവാക്കിയെടുത്താൽ നമുക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. എന്താ യോഹന്നാൻ ചേട്ടാ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് സാർ? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ വാങ്ങി. എത്ര? 50,000 രൂപയോ? എന്റെ ഈശ്വര, ഏത് അന്യായത്തിനും ഇല്ലേ ഒരു ന്യായം? വേണ്ട, സമയം കളയണ്ട, കടന്നോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കൊരു 8-10 കൊല്ലം കഴിഞ്ഞ് കാണാം യോഹന്നാൻ ചേട്ടാ. അങ്ങനെ പറയില്ല എന്റെ പൊന്നച്ഛതും കുട്ടി, എന്നെ ഈ ഗതികേടിന്ന് കൈ ഒഴിയില്ലേ എന്റെ കർത്താവേ. രണ്ടും കൂടി നടക്കൂല. എന്ത് വർത്താനെന്ന് പറയാൻ ഞാനാണെങ്കിൽ 1,00,000 ഉറുപ്പിക കൊടുക്കും. സമയം സന്ദർഭം നോക്കണ്ടേ? ഒരു 25,000 രൂപ. ഇത് മേലേന്ന് താഴോട്ട് വീതിച്ച് വരേണ്ടതാ. ഒരു 30,000 രൂപ തന്നാ ഒഴിവാക്കാം. 30,000 എങ്കിൽ 30,000 പോയി എടുത്തോണ്ട് പോയോ യോഹന്നാൻ ചേട്ടാ. കോടതിയും കേസും. ആ മറു വേഗം മറു. അതെ ദാദാ, ഇവർ 4 പേരുണ്ട്. 150 രൂപ വെച്ച്. 4 പേർക്ക് 150 വെച്ച് അത് എത്ര രൂപ അങ്ങോട്ട് കൊടുത്താലേ? അനക്കറിഞ്ഞൂടെ ഞാൻ കണക്ക് കുറച്ച് മോശമാണ്. ഓ ബാക്കി കാര്യത്തിലൊക്കെ ഞങ്ങൾ ഈ വേഷം കിട്ടിയതുകൊണ്ടാ രൂപ 30,000 നിങ്ങളുടെ കയ്യിൽ വന്നത്. അതനുസരിച്ച് ഹലോ നാടകം, ഈ കലങ്ങിയ വെള്ളം കണ്ടെന്ന കാര്യം മീൻ പിടിക്കല്ലേ? ഒരു നാടകത്തിന് പോയി തനിക്ക് എന്ത് കിട്ടൂടോ? അതനുസരിച്ച് കിട്ടും. ആ എന്നാ 600 പ്ലസ് 100 ഉണ്ട് ജീപ്പിന്റെ. ഡ്രസ്സിന്റെ വാടക. ഡ്രസ്സിന്റെ വാടക. എന്തൊക്കെ 25-ഓ 30-ഓ ഇത് കൊണ്ടുപോയി കാര്യം സാധിച്ചോണം. ഇനി ഈ സുഡോൾഫിയുടെ പ്രശ്നം പറഞ്ഞ് എനിക്ക് പണി ഉണ്ടാക്കല്ലേ? മതി മുത്തുമോനെ, എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത് കുറ്റിയല്ലടാ. കൊച്ചു കള്ള ഒപ്പിച്ചല്ലേ? പിന്നെ ഒപ്പിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ തങ്കക്കുടത്തിനെ കെട്ടാൻ വേണ്ടി ഞാൻ പോലീസിനെ പണിയും കളഞ്ഞു, പകത്തിലെ വീഴ്ചയും കളഞ്ഞു. ഇപ്പൊ സുന്ദരനായിരിക്കും. എനിക്ക് സന്തോഷായിട്ടോ. വരുന്ന 14-ാം തീയതി നല്ല ദിവസമാണ്. അന്ന് രാത്രി നമ്മുടെ മധുവിധു രാത്രി ഫസ്റ്റ് നൈറ്റ്. അന്ന് രാത്രി 12 മണിക്കുള്ള വണ്ടിക്ക് നമുക്ക് ഇവിടുന്ന് കയറണം. ഉറപ്പല്ലേ? ഉറപ്പാണോന്നു? എന്റെ ജീവിതവും കളഞ്ഞിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. 100 വട്ടം ഉറപ്പ്. 14-ാം തീയതി രാത്രി 12 മണിക്ക് നാം തമ്മിലുള്ള ജീവിതയാത്ര ആരംഭിക്കുകയായി. പക്ഷെ ഈ കാര്യം ഒരു മനുഷ്യനും അറിയരുത്. ഒറ്റ കുഞ്ഞും അറിയില്ല. മേരി, ഏക ബാർ മുസ്കുരാ തൂ. മേരി, 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 മേരി. ഹായ്. അപ്പൊ മേരി എന്നെ ചതിച്ചിട്ടില്ലല്ലേ? ഈയാണ് മോളെ പെൺകുട്ടി. മേരി, സമയമായി. മേരി, മണി 12 ആയി.
12:30 വണ്ടി. ഒന്ന് വേഗം ആവട്ടെ. ബഹളം കൂട്ടാതെ മനുഷ്യ, ഇതൊക്കെ ഒന്ന് കെട്ടിയെടുക്കട്ടെ. എടുത്തോ, ഒറ്റ പൈസ പോലും ബാക്കി വെക്കണ്ട. ഒരു അടിക്ക് 2 കഴിച്ചില്ലേ? ഒരു പച്ചക്ക് 2 മേടിച്ചു. എന്റെ കർത്താവേ, എല്ലാം പോകല്ലോ. വായിച്ചു കൊടുക്കേ. യോഹന്നാൻ ചേട്ടന്റെ മനസ്സൊന്ന് കുളിർക്കട്ടെ. യോഹന്നാൻ ചേട്ടനും മറ്റു നാട്ടുകാരും അറിയുന്നതിന് ചറവം പശുവായി ജീവിച്ചു മടുത്തു. എന്റെ ചേട്ടന്റെ കിട്ടാവുന്നിടത്തോളം സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ കുറച്ചു പോവുകയാണ്. ഇനിയുള്ള കാലം ഞങ്ങൾ എവിടെയെങ്കിലും ഉല്ലാസയാത്രകൾ നടത്തി ജീവിച്ചോളാം. സസ്നേഹം മേരിയും പൊറിഞ്ചു LP നാദച്ചേട്ടനും കുഞ്ഞൻ പോലീസും ഞങ്ങളോട് പ്രത്യേകം ക്ഷമിക്കുമല്ലോ. ഞാൻ ഇത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയതെല്ലാം എടുത്ത് എന്റെ പെങ്ങളെയും കൊണ്ട് നീ പോയല്ലോ. നീ മുടിഞ്ഞു പോവുള്ളൂ.